യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകൾ തുടങ്ങാനിരിക്കുന്നു. സ്പാനിഷ് ലാ ലീഗ അടുത്തയാഴ്ച തുടങ്ങും. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും ഇറ്റാലിയൻ സീരിയയും ഫ്രഞ്ച് ലീഗ് 1ഉം ജർമ്മൻ ബുണ്ടസ് ലീഗയും ഓഗസ്റ്റ് അവസാന ആഴ്ചകളിലായും ആരംഭിക്കും. ലോകകപ്പിന് ശേഷം നടക്കുന്ന ലീഗ് ആയതിനാൽ സീസണൽ ഫുട്ബോൾ ഫാൻസ് അല്ലാത്തവരും ഈ സീസൺ ഫോളോ ചെയ്യുമെന്നുറപ്പ്. പ്രത്യേകിച്ച് ലോകകപ്പിന് ശേഷം വൻ ഫോളോവേഴ്സിനെ സ്വന്തമാക്കിയ എർലിംഗ് ഹാലൻഡിനെയും മറ്റുമൊക്കെ കാണാൻ ഇത്തവണ ആള് കൂടുമെന്നർത്ഥം. സെപ്റ്റംബർ 1 സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അടയ്ക്കും. ക്ലബ്ബുകൾ അവർക്കാവശ്യമായ താരങ്ങളെയെല്ലാം ഇതിനകം സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ സീസണിലെ പ്രധാന കൈമാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കാം നമുക്കാദ്യം. 5 ലീഗുകളിലായി 330 കോടി യൂറോയിലേറെയാണ് സീസണിൽ വിവിധ ക്ലബ്ബുകൾ മുടക്കിയത്. ഏകദേശം 36,271 കോടി രൂപ. അതിൽ തന്നെ വമ്പൻ ട്രാൻസ്ഫറുകൾ നടന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലാണ്. 36,000 കോടിയിൽ 21,000 കോടിയും EPL-ലാണ് മറിഞ്ഞത്. ഇറ്റാലിയൻ സീരിയയിൽ 6,210 കോടിയും ബുണ്ടസ് ലീഗയിൽ 4,226 കോടിയും ലാ ലീഗയിൽ 3,382 കോടിയുടെയും ഇടപാടുകളാണ് നടന്നത്. ലാ ലീഗ മൊത്തം ചിലവഴിച്ചതിനേക്കാൾ തുക ഇംഗ്ലീഷ് ക്ലബ് ചെൽസി മാത്രം ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. ഏകദേശം 3,972 കോടി രൂപ. കഴിഞ്ഞ സീസണിൽ 10ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ചെൽസി ഇത്തവണ കിരീടം തിരിച്ചുപിടിക്കാനൊരുങ്ങി തന്നെയാണ് പണം വാരിയെറിഞ്ഞത്. ഏറ്റവും വിലപിടിപ്പുള്ള കൈമാറ്റം നടത്തിയതും ചെൽസി തന്നെയാണ്. ആസ്റ്റൺ വില്ലയിൽ നിന്ന് മോർഗൻ റോജേഴ്സിനായി 117 ദശലക്ഷം യൂറോയാണ്, അതായത് 1,285 കോടി രൂപ ചെൽസി ചിലവഴിച്ചത്. 1000 കോടി കടന്ന മറ്റ് 3 ട്രാൻസ്ഫറുകളും EPL-ലുണ്ട്. എലിയറ്റ് ആൻഡേഴ്സനെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയത് 1,274 കോടിക്കാണ്. ന്യൂകാസിൽ താരം സാൻഡ്രോ ടൊണാലിയെ ടോട്ടനം വാങ്ങിയത് 1,010 കോടി നൽകിയാണ്. മത്യാസ് ഫെർണാണ്ടസിനായും ടോട്ടനം വൻ തുക മുടക്കി, ഏകദേശം 933 കോടി. ക്യാപ്റ്റനടക്കം പ്രധാന താരങ്ങളെയെല്ലാം വിറ്റൊഴിവാക്കിയ ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ട്രാൻസ്ഫർ മാർക്കറ്റിലെ നീക്കങ്ങളിൽ അമ്പരന്നിരിക്കുകയാണ് ആരാധകർ. 2 വർഷം കരാർ ബാക്കിയുള്ള ക്യാപ്റ്റൻ ബ്രൂണോ ഗ്യുമാറസിനെ ആഴ്സണലിന് വിറ്റു, ഏകദേശം 960 കോടി രൂപയ്ക്ക്. 4 വർഷം മുമ്പ് 510 കോടിക്കാണ് ഗ്യുമാറസിനെ ന്യൂകാസിൽ ടീമിലെത്തിച്ചിരുന്നത്. ഒപ്പം ആന്റണി ഗോർഡനെ ബാഴ്സലോണയ്ക്ക് നൽകിയത് 758 കോടിക്കാണ്. ഇനി നമുക്ക് EPL-ലെ പ്രമുഖ ടീമുകളെ വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. നിലവിലെ ചാമ്പ്യന്മാരായ ആഴ്സണൽ 988 കോടിയാണ് ഇതുവരെ ചിലവഴിച്ചത്. മൈക്കൽ അർട്ടറ്റയ്ക്ക് കീഴിൽ കോർ നിലനിർത്തിയ ഗണ്ണേഴ്സ് പിയറോ ഹിൻകേപ്പ്, ക്രിസ്റ്റ്യൻ സോളിസ് എന്നിവരെ ടീമിലെത്തിച്ചു. വിനീഷ്യസിനായി കാര്യമായി രംഗത്തിറങ്ങിയെങ്കിലും ഒടുവിൽ മാഡ്രിഡിൽ തന്നെ തുടരാൻ ബ്രസീലിയൻ സൂപ്പർ താരം തീരുമാനിക്കുകയായിരുന്നു. സാബി അലോൺസോയെ പരിശീലകനായി കൊണ്ടുവന്ന ചെൽസി മോർഗൻ റോജേഴ്സ്, ലാക്രോസ്, വാലന്റീൻ ബാർക്കോ, മാർക്കോ പലസ്ട്രേ, ജോർദാൻ ഹെൻഡേഴ്സൺ എന്നിവരെ ടീമിലെത്തിച്ചു. ടോപ്പ് 4 ലക്ഷ്യമിടാറുള്ള ടോട്ടനം കഴിഞ്ഞ സീസണിൽ തരം താഴ്ത്തലിൽ നിന്ന് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. റോബർട്ട് ഡി സെർബിയെ കഴിഞ്ഞ സീസണിൻ്റെ അവസാനത്തിൽ ടീം എത്തിച്ചിരുന്നു. ഒപ്പം പുതിയ സീസൺ ലക്ഷ്യമിട്ട് സാൻഡ്രോ ടൊണേലി, മാത്യൂസ് ഹെർണാണ്ടസ്, യാൻ പോൾ വാൻ ഹെക്കെ, ആൻഡ്രൂ റോബർട്ട്സൺ എന്നിവരുമെത്തി. പെപ് ഗ്വാർഡിയോള യുഗത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയിലാണ് സിറ്റി ഫാൻസ്. പുതിയ പരിശീലകൻ എൻസോ മരസ്കയ്ക്ക് വെല്ലുവിളികൾ ഏറെയുണ്ട്. എലിയറ്റ് ആൻഡേഴ്സൺ, മാത്യാസ് ഡെറ്റോർബെറ്റ്, ജെറമി മോൻഗായ് എന്നിവരാണ് പുതുതായി എത്തിഹാദിലെത്തിയത്. ഏറ്റവും അധികം ആരാധകരുള്ള ടീമുകളിലൊന്നായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മൈക്കൽ കാരിക്കിന് സ്ഥിരം ചുമതല നൽകിയാണ് കളം പിടിക്കുന്നത്. ആൻഡ്രേ സാൻഡോസ്, യൂറി ടിലമെൻസ്, കാൾ ഡാർലോ എന്നിവരാണ് ടീമിലെത്തിയ പുതിയ താരങ്ങൾ. കഴിഞ്ഞ തവണ 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ലിവർപൂൾ പരിശീലകനെ മാറ്റിയാണ് വരുന്നത്. ആർനെ സ്ലോട്ടിന് പകരം ആന്റോണി ഇറയോളയെ പരിശീലകനാക്കിയ റെഡ്സ് ജെറമി ജാക്വറ്റ്, വിക്ടർ മുനോസ് എന്നിവരെ ടീമിലെത്തിച്ചു. അറോഹോയെ സസ്പെൻസായും ടീം സ്വന്തമാക്കി. ബ്രാഡ്ലി ബാർക്കോളയ്ക്കായി PSG-യുമായി ചർച്ചകൾ തുടരുന്ന ലിവർപൂൾ ഏകദേശം 1,280 കോടിയോളം രൂപ വില പറഞ്ഞു കഴിഞ്ഞു. സലാക്കൊത്ത പകരക്കാരനെ തേടുന്ന ലിവർ ബാർക്കോളയ്ക്കായി ഏതറ്റം വരെയും പോകുമെന്നുറപ്പാണ്. അടുത്തയാഴ്ച ആരംഭിക്കുന്ന സ്പാനിഷ് ലാ ലീഗയിലും കച്ചവടം പൊടിപൊടിക്കുകയാണ്. ബാഴ്സലോണ, റയൽ മാഡ്രിഡ് അടക്കമുള്ള വമ്പൻ ടീമുകൾ ഈ മാസം അവസാനത്തിലെ കളത്തിലിറങ്ങും. ന്യൂകാസിൽ യുണൈറ്റഡിൽ നിന്ന് ആന്റണി ഗോർഡനും ബൊറൂസിയയിൽ നിന്ന് കരീം അഡയാമിയും എത്തിയതോടെ ബാഴ്സ വൻ ബിസിനസ്സാണ് നടത്തിയത്. പെരസിനെ തള്ളി കറ്റാലൻ ക്ലബ് തിരഞ്ഞെടുത്ത റോഡ്രി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെത്തിയാൽ അത് വൻ സംഭവമാകും. ഇതിഹാസ പരിശീലകൻ ഹോസെ മൊറീഞ്ഞോയെ ടീമിലെത്തിച്ചാണ് റയൽ 2 സീസണുകളുടെ തിരിച്ചടി മായ്ക്കാനൊരുങ്ങുന്നത്. സിറ്റിയുടെ മിഡ്ഫീൽഡർ ബെർണാഡോ സിൽവയെ എത്തിച്ച റയൽ കാർലോസ് എസ്പി, യാൻ ഡിയമോണ്ടെ എന്നിവരെയും സ്വന്തമാക്കി. ലോകകപ്പിനിടെയായിരുന്നു സ്പാനിഷ് വിംഗ് ബാക്ക് കുക്കുറയെയും ടീമിലെത്തിച്ചത്. ഒപ്പം വിനീഷ്യസുമായുള്ള കരാർ പുതുക്കിയതോടെ മാഡ്രിഡുകാർ ഹാപ്പിയാണ്.
ഇറ്റാലിയൻ സീരിയയിലും കടുത്ത മത്സരമാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ നടന്നത്. മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് മാനുവൽ അക്കാഞ്ചിയെയും ജോൺ സ്റ്റോൺസിനെയും നിലവിലെ ചാമ്പ്യന്മാരായ ഇന്റർ മിലാൻ ടീമിലെത്തിച്ചു. PSG-യിൽ നിന്ന് ഗോൺസാലോ റാമോസിനെയാണ് AC മിലാൻ എത്തിച്ചത്. കഴിഞ്ഞ തവണ രണ്ടാമതെത്തിയ നാപ്പോളി പുതിയ പരിശീലകനായി മാക്സിമിലിയാനോ അല്ലെഗ്രിയെയും നിയമിച്ചു. ഒപ്പം യുണൈറ്റഡിൽ നിന്ന് റാസ്മസ് ഹോയ്ലൻഡിനെയും സ്വന്തമാക്കി. കോളോ മുവാനിയെ ടീമിലെടുത്ത് മുൻ ചാമ്പ്യന്മാരായ യുവന്റസും ചലനമുണ്ടാക്കി. നിലവിലുള്ള താരങ്ങളെ നിലനിർത്തുന്നതിലാണ് ഫ്രഞ്ച് ക്ലബ് PSG തവണ ശ്രദ്ധിച്ചത്. PSG പണമിറക്കാൻ മടിച്ചതോടെ ടോപ്പ് 5 ലീഗിൽ ഏറ്റവും കുറവ് പണം ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇറക്കിയത് ഫ്രഞ്ച് ലീഗിൽ തന്നെയാണ്. ജർമ്മൻ ബുണ്ടസ് ലീഗിലേക്ക് നോക്കിയാൽ ചാമ്പ്യന്മാരായ ബയേൺ മ്യൂണിക്കും രണ്ടാം സ്ഥാനക്കാരായ ബൊറൂസിയ ഡോർട്ട്മുണ്ടും വലിയ ട്രാൻസ്ഫറുകൾക്ക് ഇത്തവണ മുതിർന്നിട്ടില്ല. ലോകകപ്പിൽ മികച്ച പ്രകടനം നടത്തിയ മൊറോക്കൻ താരം ഇസ്മായിൽ സൈബാരിയെ ടീമിലെത്തിച്ച ബയേൺ റയലിൻ്റെ പണച്ചാക്കിന് മുന്നിൽ വീഴാതെ മൈക്കൽ ഒലീസയെ നിലനിർത്തുകയും ചെയ്തു. ഈ സീസണിൽ നിങ്ങളെ ഏറ്റവും അധികം എക്സൈറ്റ് ചെയ്യിച്ച ട്രാൻസ്ഫർ ചെയ്ത് ഒപ്പം ഏതെങ്കിലും താരം നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ലബിലേക്ക് വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതാര്? കമൻറ്റ് ചെയ്യൂ.